മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ എക്സാംസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഹായകരമാകുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇവിടെ ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 2 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു പി എസ് സി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 55/2019 ആണ്. ഓവർസിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് മെക് പി എസ് സി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് റെഡ്യൂസിങ് സ്കെയിൽ? അപ്പോൾ റെഡ്യൂസിങ് സ്കെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ വീഡിയോ സീരീസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1:1. അപ്പോൾ അവിടെ റെഡ്യൂസിങ് ഒന്നുമില്ല, ആക്ച്വൽ സ്കെയിലാണ് 1:1 എന്ന് പറയുന്നത്. ബി എന്ന് പറയുമ്പോൾ 2:1 ആണ്. സി എന്ന് പറയുമ്പോൾ 1:2. പിന്നെ ഡി എന്ന് പറയുന്നത് 10:1. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ വലിയ ഡാറ്റാസാണ് വരുന്നത്. അപ്പോൾ 2:1 എന്ന് പറയുമ്പോഴും 10:1 എന്ന് പറയുമ്പോഴും ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ബിഗ് വാല്യൂസാണ് വരുന്നത്. സോ അതുകൊണ്ട് അത് റെഡ്യൂസിങ് സ്കെയിലല്ല വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ 1:2. ഇവിടെ സെക്കൻഡ് ടൈമിലാണ് ബിഗ് വാല്യൂ വന്നത്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയ 1:2 ആണ്. അപ്പോൾ 1:2 ആണ് റെഡ്യൂസിങ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മീനിങ് വരുന്നത് ആക്ച്വൽ ഡ്രോയിങ്ങിൽ 2 ഉള്ള ഒരു സാധനം നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൽ 1 ആക്കിയിട്ടാണ് വരച്ചത്. അതായത് നേർപകുതിയാക്കി നമ്മളിവിടെ വരച്ചു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ റെഡ്യൂസിങ് സ്കെയിലാണ്, എൻലാർജിങ് സ്കെയിലാണ് 2:1. ആക്ച്വൽ ഡ്രോയിങ്ങിൽ 1 ഉള്ള ഒരു സംഭവം നമ്മൾ വലുതാക്കി അതിൻ്റെ ഇരട്ടിയിൽ വരച്ചു എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ ഈ കേസിലാവുന്ന സമയത്ത് 10 ടൈംസ് ലാർജർ ദാൻ ആക്ച്വൽ ഡ്രോയിങ്. അപ്പോൾ അവിടെയൊക്കെ എൻലാർജിങ് സ്കെയിലാണ്. റെഡ്യൂസിങ് സ്കെയിൽ എന്ന് വരുമ്പോൾ 1:2. അപ്പോൾ 1:2 എന്ന് പറയുമ്പോൾ ഹാഫ് ആക്കിയിട്ടായിരിക്കും നമ്മൾ വരച്ച ഡ്രോയിങ്. ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following line is used for dimension line. ഡയമെൻഷൻ ലൈനിന് യൂസ് ചെയ്യുന്ന ലൈന് ഓപ്ഷൻ എ കണ്ടിന്യൂസ് തിക്ക്, ചെയിൻ തിൻ ലൈൻ, കണ്ടിന്യൂസ് തിൻ, ഷോർട്ട് സിക്സാഗ് തിൻ. അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് തിക്ക് ലൈൻ എന്ന് പറയുന്നത് ഔട്ടർ ലൈൻസ് ബോർഡറൊക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചെയിൻ ലൈൻ എന്ന് പറയുന്നത് സെൻറ്റർ ലൈനാണ്. ഷോർട്ട് സിക്സാഗ് തിന്ന് എന്ന് പറയുന്ന ആ സിക്സാഗ് ലൈനൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിനൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടിന്യൂസ് തിൻ ലൈനാണ് ആൻസർ വരുന്നത്. ഡയമെൻഷൻ ലൈനും പ്രൊജക്ഷൻ ലൈൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് തിൻ ലൈനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദ ഫ്രണ്ട് വ്യൂ ഓഫ് എ റെക്റ്റാങ്കിൾ വെൻ ഇറ്റ്സ് പ്ലെയിൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി ഈസ്. റെക്റ്റാങ്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്ലെയിൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി ആണ് കണ്ടീഷൻ. സോ എച്ച് പിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എച്ച് പി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനാണ്, വി പി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലലായിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ അതിൻ്റെ ആ റെക്റ്റാങ്കിൾ ഫേസ് പാരലലായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ നോക്കണം നമ്മൾ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ലൈനാണ്. ഇവിടുത്തെ ആൻസർ വരുന്നതും ലൈനാണ്. അപ്പോൾ എച്ച് പിക്ക് പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡായിരിക്കും നമ്മൾ കാണുക. ആ ഒരു സൈഡ് പ്രൊജക്ഷൻ വ്യൂവിൽ വരുന്ന സമയത്ത് ഒരു ലൈനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ
ഓപ്ഷൻ ബി ആയ ലൈനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയറായിട്ട് നമുക്കവിടെ ഒരിക്കലും കാണാൻ പറ്റില്ല. റെക്റ്റാങ്കിളിൻ്റെ കേസിൽ അങ്ങനെ ഒരു വ്യൂ കിട്ടില്ല നമുക്ക്. പിന്നെ റെക്റ്റാങ്കിൾ ഇൻക്ലൈൻഡ് ആയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൻ്റെ കേസിലൊക്കെ വന്നെങ്കിലായി, പക്ഷേ ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള പോയിൻ്റ്, ഇപ്പോൾ പോയിൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും പോയിൻറ്റ്സോ അല്ലെങ്കിൽ ലൈൻസോ ഒക്കെ ആക്കി വെച്ചാലാണ് പോയിൻറ്റിലേക്ക് നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ലൈനാണ്. ദ നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ആർ ദ പോളിഹെഡ്രൺ എക്സെപ്റ്റ്. ഇപ്പോൾ പോളിഹെഡ്രൺ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിസമുണ്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ക്യൂബ്, ഓപ്ഷൻ സി പിരമിഡ്, ഓപ്ഷൻ ഡി സിലിണ്ടർ. അപ്പോൾ ഇവിടെ പോളിഹെഡ്രൺ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം നോക്കണം. സോ പോളിഹെഡ്രൺ എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫേസ് വരുന്ന ഒബ്ജക്റ്റാണ്. അപ്പോൾ 3D ഒബ്ജക്റ്റിൽ ഫ്ലാറ്റ് ഫേസ് വരുന്ന ഒബ്ജക്റ്റിനെയാണ് പോളിഹെഡ്രൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിസം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, ക്യൂബിൽ ഫ്ലാറ്റ് ഫേസ് വരുന്നുണ്ട്, പിരമിഡ് നോക്കിയാലും ഫ്ലാറ്റ് ഫേസ് വരുന്നുണ്ട്. പക്ഷേ സിലിണ്ടറിൻ്റെ കേസിൽ ഫ്ലാറ്റ് ഫേസ് അല്ല, അവിടെ ഒരു കർവേച്ചർ വരുന്ന ഫേസാണ് വരുന്നത്. സോ അതുകൊണ്ട് പോളിഹെഡ്രൺ അല്ലാത്ത സംഭവം എന്ന് പറയുന്നത് സിലിണ്ടറാണ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ആർ ദ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻ എ പ്രിസം, ഓപ്ഷൻ ബി കോൺ, ഓപ്ഷൻ സി സ്പിയർ, ഓപ്ഷൻ ഡി സിലിണ്ടർ. അപ്പോൾ ഇവിടെ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കിട്ടണം. ഇപ്പോൾ ഇവിടെ സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്ലെയിന് റൊട്ടേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സർഫസ്, അതാണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ റെക്റ്റാങ്കിൾ പ്ലെയിന് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ട്രയാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സർക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സർഫസാണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റാണ് പ്രിസം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ പ്രിസമാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫിഗറൊക്കെ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ദ നെക്സ്റ്റ് വൺ, ടോപ്പ് വ്യൂ ഓഫ് എ റൈറ്റ് സിലിണ്ടർ റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് റിം ഈസ്. ഇപ്പോൾ ടോപ്പ് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന, അപ്പോൾ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ സോളിഡായിട്ടുള്ള ഒബ്ജക്റ്റാണ്, 3D ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ബേസ് റിം HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ബേസ് റിം എന്ന് പറയുമ്പോൾ സർക്കിളാണ്. അപ്പോൾ ആ സർക്കിൾ HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു. ആ ടൈമിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സർക്കിളാണ് കാണാൻ പറ്റുക. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളും ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ആ ഒരു സിലിണ്ടറിൻ്റെ ഫേസാണ് നമ്മൾ കാണുക. അത് റെക്റ്റാങ്കിളായിട്ടാണ് പ്രൊജക്ഷൻ വ്യൂവിൽ നമുക്ക് വ്യൂ ആവുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ ചോദിച്ചത് കൊണ്ട് സർക്കിളാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The following is formed by revolving rectangle about one of its sides which remains fixed. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു സോളിഡ്സ് ഓഫ് റെവല്യൂഷനിൽ. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സിലിണ്ടർ. അതേപോലെ ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ കോണ് കിട്ടും, സർക്കിളാണെങ്കിൽ സ്ഫിയർ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ദ സെക്ഷണൽ പ്ലെയിൻ ആർ റെപ്രസെൻറ്റഡ് ബൈ. ഇപ്പോൾ സെക്ഷണൽ പ്ലെയിന് കാണിക്കാൻ വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈൻ ഏതാണെന്നാണ്. ഓപ്ഷൻ എ കണ്ടിന്യൂസ് തിക്ക് ലൈൻ. അപ്പോൾ അത് വിസിബിൾ എഡ്ജസോ ഔട്ട്ലൈൻസിനുമാണ്, സെക്ഷണൽ പ്ലെയിൻസിന് യൂസ് ചെയ്യില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ചെയിൻ തിൻ ലൈനാണ്, ചെയിൻ തിൻ ലൈന്. ഓപ്ഷൻ സി കണ്ടിന്യൂസ് തിൻ ലൈന്.
ഓപ്ഷൻ ഡി ചെയിൻ തിൻ ലൈൻ ഹാവിങ് തിക്ക് എഡ്ജസ്. അപ്പോൾ നമുക്ക് കട്ടിംഗ് പ്ലെയിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ തിക്ക് എഡ്ജ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ കട്ടിംഗ് പ്ലെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെയിൻ ലൈൻ തന്നെയാണ്. ചെയിൻ ലൈന് സെൻട്രൽ ലൈൻ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ലൈൻ തന്നെയാണ് ഇവിടെ ആ ഒരു സെക്ഷണൽ പ്ലെയിന് അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിനൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ട് ഓപ്ഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോൾ ചെയിൻ തിൻ ലൈൻ എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ചെയിൻ തിൻ ലൈനാണ് വരിക. അപ്പോൾ ഇവിടെ ചെയിൻ തിൻ ലൈൻ ഹാവിങ് തിക്ക് എഡ്ജസ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ്, ഓപ്ഷൻ ഡി ആണ്. അവിടെ ആ പ്ലെയിന് മാർക്ക് ചെയ്യുന്ന പ്ലെയിൻ്റെ നെയിം മാർക്ക് ചെയ്യുന്ന ഏരിയാസാണ് അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജസ് ആണ് തിക്കായിട്ട് മാർക്ക് ചെയ്യാറ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ഡോട്ടഡ് ലൈൻസ് റെപ്രസെൻറ്റ്സ് ഹിഡൻ എഡ്ജസ് വരുന്നുണ്ട്. ഓപ്ഷൻ ബി സെൻട്രൽ ലൈൻ, ഓപ്ഷൻ സി പ്രൊജക്ഷൻ ലൈൻ, ഓപ്ഷൻ ഡി ഹാച്ചിങ് ലൈൻ. അപ്പോൾ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് ഹിഡൻ എഡ്ജസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊജക്ഷൻ ലൈനിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് തിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ലൈനിന് വേണ്ടിയിട്ട് ചെയിൻ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹാച്ചിങ്ങിന് വേണ്ടിയിട്ടും തിൻ ലൈനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് തിൻ തന്നെയാണ് ഹാച്ചിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹിഡൻ എഡ്ജസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, എ ടെട്രാഹെഡ്രൺ ഹാസ് 4 ഈക്വൽ ഡാഷ് ഫേസസ്. ഓപ്ഷൻ എ സ്ക്വയർ ഫേസസ്, ഓപ്ഷൻ ബി ട്രയാങ്കുലർ, ഓപ്ഷൻ സി റെക്റ്റാങ്കുലർ, ഓപ്ഷൻ ഡി സർക്കുലർ. ഇപ്പോൾ ടെട്രാഹെഡ്രൺ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഫേസസ് വരുന്ന 4 ഈക്വൽ ട്രയാങ്കുലർ ഫേസസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷേപ്പിനെയാണ് ടെട്രാഹെഡ്രൺ എന്ന് വിളിക്കുന്നത്. The next one, in first angle projection method, object is assumed to be placed in. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ഒബ്ജക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നത് തേർഡ് ക്വാഡ്രൻറ്റ്, ഓപ്ഷൻ സി സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഓപ്ഷൻ ഡി ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ആംഗിൾ ആവുന്ന സമയത്ത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ആംഗിൾ ആവുന്ന സമയത്ത് തേർഡ് ക്വാഡ്രൻറ്റ്. ആ ഒരു പേരിനനുസരിച്ചിട്ട് തന്നെയാണ് ആ ഓപ്ഷനും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ഇൻറ്റേർണൽ ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ്. ഇപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ എത്രയാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല ഉണ്ടായിരുന്നു, n-2 × 180 എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആംഗിളിൻ്റെ സമ്മ് കിട്ടുന്നതായിരിക്കും. അതിന് സൈഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗിൾ എത്രയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് n-2 എന്ന് പറയുമ്പോൾ ഇവിടെ 6 സൈഡ്സ് ആണുള്ളത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ 6 - 2 4 × 180 വരുമ്പോൾ 720 വരും. അതിനെ ഒരു സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബൈ 6 ചെയ്യുന്ന സമയത്ത് 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഹെക്സഗണൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് ആ ഒരു ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് n-2 × 180 ഓൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഏത് സൈഡ്സ് ആയാലും എത്ര ടോട്ടൽ ആംഗിൾ കാണണമെങ്കിൽ n-2 × 180 ചെയ്യുക. ഇനി അതല്ല അതിലെ ഒരു ആംഗിളാണ് ചോദിച്ചതെങ്കിൽ അതിനെക്കൊണ്ട് നമ്പർ ഓഫ് സൈഡ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 120 ആണ്. ദ നെക്സ്റ്റ് വൺ, എ റൈറ്റ് റെഗുലർ ഹെക്സഗണൽ പ്രിസം ഈസ് resting on HP on its base. Its top view is option A square, option B hexagon, option
സി റെക്റ്റാങ്കിൾ, ഓപ്ഷൻ ഡി പെൻറ്റഗൺ. ഇപ്പോൾ ഹെക്സഗണൽ പ്രിസമാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെക്സഗണൽ പ്രിസം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹെക്സഗണാണ് നമുക്ക് വ്യൂ ആവുക. അപ്പോൾ ഹെക്സഗൺ വ്യൂ ആവും. ഓപ്ഷൻ ബി ഹെക്സഗണാണ് ആൻസർ വരിക. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആവുന്ന സമയത്താണ് അതിൽ മാറ്റം വരിക. ഫ്രണ്ട് വ്യൂ ആവുന്ന സമയത്ത് ആ ഒരു 3 സൈഡോ അല്ലെങ്കിൽ 2 സൈഡോ കാണുന്ന രീതിയിലായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കൂടുതലും വ്യൂ ആവുക. അപ്പോൾ ഇവിടെ എ റൈറ്റ് റെഗുലർ ഹെക്സഗണൽ പ്രിസം ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ്. ഇറ്റ്സ് ടോപ്പ് വ്യൂ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫേസിൻ്റെ, അപ്പോൾ ഹെക്സഗണൽ ഷേപ്പാണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഹെക്സഗണാണ് വ്യൂ ആവുക. ദ നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ഈസ് ദ മെത്തേഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്ഫിയർ. സ്ഫിയറിൻ്റെ ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതെന്നാണ്. ഇപ്പോൾ പാരലൽ ലൈൻ മെത്തേഡ് ഉണ്ട്, ട്രയാങ്കുലേഷൻ മെത്തേഡ്, റേഡിയൽ ലൈൻ മെത്തേഡ്, അപ്രോക്സിമേറ്റ് മെത്തേഡ്. അപ്പോൾ സ്ഫിയറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഗ്രാഫിക്സിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ദ നെക്സ്റ്റ് വൺ, ദ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് ഇൻ കേസ് ഓഫ് ആൻ ആരോ ഹെഡ് ഈസ് 1:1, 2:1, 3:1 ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ 4:1. അപ്പോൾ ആരോ ഹെഡിൻ്റെ റേഷ്യോ വരുന്നത് ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എന്ന് പറയുന്ന റേഷ്യോ വരുന്നത് ലെങ്ത്ത് 3 ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് 1 ആണ്. അപ്പോൾ ആ ഒരു റേഷ്യോ ആണ് ഫോളോ ചെയ്യുന്നത് 3:1. The next one, the ability of engine bearings to accommodate small variation in shaft is its option A employability, option B conformability, option C adaptability, option D fatigue strength. അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു ബെയറിങ്സിൻ്റെ കഴിവിനെ അഡാപ്റ്റബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. എൻജിൻ ബെയറിങ്സിന് ഉണ്ടായിരിക്കുന്ന ആ ഒരു കാപ്പബിലിറ്റിയാണ് അഡാപ്റ്റബിലിറ്റി. അപ്പോൾ അത് വൈബ്രേഷനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ബെയറിങ്സിനെ സഹായിക്കും. ദ നെക്സ്റ്റ് വൺ, കമ്പസ്റ്റൻ നോക്ക് ഇൻ CI എൻജിൻ ഈസ് ജനറലി നോൺ ആസ്. ഇപ്പോൾ കമ്പസ്റ്റൻ നോക്ക് ഇൻ CI എന്ന് പറഞ്ഞാൽ കമ്പസ്റ്റൻ ഇഗ്നീഷൻ എൻജിനാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻസ് വരുന്നത് ഡീസൽ നോക്ക്, ഓപ്ഷൻ ബി ഡീസൽ ലോക്ക്, ഓപ്ഷൻ സി ബോത്ത് A and B, ഓപ്ഷൻ ഡി ഡിറ്റണേഷൻ. അപ്പോൾ കമ്പസ്റ്റൻ നോക്ക് കാരണമാകുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ ഡീസൽ നോക്ക് എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഡീസൽ നോക്കാണ് ആ ഒരു ടൈം ഓർത്ത് വെക്കണം. ഇത് ഡീസൽ എൻജിനിലാണ് ഈ ഒരു എഫക്റ്റ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, which of the following are provided to crankshaft to the balancing of main channels. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൽ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ്. ഓപ്ഷൻ എ ക്രാങ്ക് ആം, ഓപ്ഷൻ ബി വൈബ്രേഷൻ ഡാമ്പർ, ഓപ്ഷൻ സി ക്രാങ്ക് വെയിറ്റ്, ഓപ്ഷൻ ഡി ക്രാങ്ക് പുള്ളി. അപ്പോൾ ക്രാങ്ക് വെയിറ്റാണ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത്. ക്രാങ്ക് വെയിറ്റ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ ക്രാങ്ക് ഷാഫ്റ്റിനെ സഹായിക്കും. ദ നെക്സ്റ്റ് വൺ, ടു ഇംപ്രൂവ് ദ റെസിസ്റ്റൻസ് ടു വിയർ ആൻഡ് കൊറോഷൻ സിലിണ്ടർ ലൈനേഴ്സ് ആർ പ്ലേറ്റഡ് വിത്ത്. അപ്പോൾ ഇവിടെ വിയർ ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമിയം പ്ലേറ്റിംഗ് ആണ് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്നത് പ്ലാറ്റിനം ഉണ്ട്, വനേഡിയം, സിങ്ക് കോട്ടിംഗ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ക്രോമിയം. അപ്പോൾ ക്രോമിയം പ്ലേറ്റിംഗ് ആണ് സിലിണ്ടർ ലൈനേഴ്സിന് കൂടുതലായിട്ടും കൊടുക്കാറ്. ദ നെക്സ്റ്റ് വൺ, ടെൻഡൻസി ഓഫ് ഫ്യൂവൽ ടു ചേഞ്ച് ഫ്രം
ലിക്വിഡ് ടു വേപ്പർ ഫോം ഈസ് കോൾഡ് ഓപ്ഷൻ എ പുവർ പോയിൻറ്റ്, ഓപ്ഷൻ ബി വോളട്ടൈലിറ്റി, ഓപ്ഷൻ സി വിസ്കോസിറ്റി, ഓപ്ഷൻ ഡി ഫ്ലാഷ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബേൺ ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡ് ടു വേപ്പർ ഫോം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയെ വോളട്ടൈലിറ്റി എന്നാണ് വിളിക്കുക. ഓപ്ഷൻ ബി ആയിട്ടുള്ള വോളട്ടൈലിറ്റിയാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് വോളട്ടൈലിറ്റി ആണ്. ദ നെക്സ്റ്റ് വൺ, പിസ്റ്റൺ റിങ്സ് ആൻഡ് സിലിണ്ടർ ലൈനേഴ്സ് ആർ ഡൈകാസ്റ്റഡ്, ഹോളോ കാസ്റ്റഡ്, സാൻഡ് കാസ്റ്റഡ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റഡ്. അപ്പോൾ പിസ്റ്റൺ റിങ്സും സിലിണ്ടർ ലൈനേഴ്സും ഒക്കെ സെൻട്രിഫ്യൂഗൽ കാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം പിസ്റ്റൺ റിങ്ങിൻ്റെ കേസിൽ അത് സെൻട്രിഫ്യൂഗൽ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിലിണ്ടേഴ്സാണ് കിട്ടുക. അതിനെ നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിലൊക്കെ കട്ട് ചെയ്തെടുക്കും. വീണ്ടും അതിനെ ചെറിയ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് മെഷീനിങ് ഒക്കെ ചെയ്തിട്ടാണ് പിസ്റ്റൺ റിങ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സെൻട്രിഫ്യൂഗൽ കാസ്റ്റഡ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ലീക്കിംഗ് ഓഫ് ദ കമ്പഷൻ ചാർജസ് ടു ദ ക്രാങ്ക് കേസ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ബ്ലോ ബൈ, ഓപ്ഷൻ ബി ബൈപ്പാസ്, ഓപ്ഷൻ സി ഡൈല്യൂഷൻ, ഓപ്ഷൻ ഡി സ്കാവെഞ്ചിങ്. അപ്പോൾ ലീക്കിങ്ങിനെ വിളിക്കുന്ന ആ കമ്പഷൻ ചാർജിനെ ക്രാങ്കിലേക്ക് ലീക്കായി പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്നത് ബ്ലോ ബൈ പ്രോപ്പർട്ടി എന്നാണ്. അപ്പം ഓപ്ഷൻ എ ആയിട്ടുള്ള ബ്ലോ ബൈ ആണ് ആ ഒരു പ്രോപ്പർട്ടി അല്ല ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ലീക്കിംഗ് പ്രോബ്ലം ബ്ലോ ബൈ എന്നാണ് അറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ. ഓപ്ഷൻ എ പിസ്റ്റൺ പിൻ, ഓപ്ഷൻ ബി റിസ്റ്റ് പിൻ, ഓപ്ഷൻ സി ക്രാങ്ക് പിൻ, ഓപ്ഷൻ ഡി ഗഡ്ജിയൻ പിന്ന്. അപ്പോൾ ഇവിടെ പിസ്റ്റൺ പിന്നിൻ്റെ വേറെ പേരുകളാണ് റിസ്റ്റ് പിന്ന്, ഗഡ്ജിയൻ പിന്ന് എന്നൊക്കെ. അപ്പോൾ ക്രാങ്ക് പിൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നാണ്. അപ്പോൾ അത് ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന പിന്നാണ്. അപ്പോൾ അത് ഓഡ് വൺ ആയിട്ട് നമുക്ക് പറയാം. ദ നെക്സ്റ്റ് വൺ, ഡബിൾ ഡ്രോ സൈഡ് വാൽവ് മെക്കാനിസം ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഓപ്ഷൻ എ എച്ച് ഹെഡ് എൻജിൻ, ഓപ്ഷൻ ബി എൽ ഹെഡ് എൻജിൻ, ഓപ്ഷൻ സി എഫ് ഹെഡ് എൻജിൻ, ഓപ്ഷൻ ഡി ടി ഹെഡ് എൻജിൻ. അപ്പോൾ ഡബിൾ ഡ്രോ സൈഡ് വാൽവ് മെക്കാനിസം നമുക്ക് കൂടുതലായിട്ടും കൊടുക്കാൻ പറ്റുന്നത് ടി ഹെഡ് എൻജിനാണ്. അപ്പോൾ ടി ഷേപ്പ് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഡബിൾ ഡ്രോ സൈഡ് വാൽവ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ദ ടേം ഹാർമോണിക് ബാലൻസർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓപ്ഷൻ എ ഫ്ലൈ വീൽ, ഓപ്ഷൻ ബി ക്രാങ്ക് ഷാഫ്റ്റ്, ഓപ്ഷൻ സി വൈബ്രേഷൻ ഡാമ്പർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ഹാർമോണിക് ബാലൻസർ വൈബ്രേഷൻ ഡാമ്പറിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി വൈബ്രേഷൻ ഡാമ്പറാണ് ആൻസർ വരുന്നത്. അടുത്തത് നോക്കിയാൽ ടി സ്ലോട്ട് പ്രൊവൈഡഡ് ഇൻ ദ പിസ്റ്റൺ. അപ്പോൾ ടി സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം ടു അക്കോമഡേറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് പിസ്റ്റൺ വെൻ ഹീറ്റഡ് അപ്പ്. ഓപ്ഷൻ ബി ഫോർ കൂളിംഗ് പർപ്പസ്, ഓപ്ഷൻ സി ടു റെഡ്യൂസ് പിസ്റ്റൺ വെയ്റ്റ്, ഓപ്ഷൻ ഡി ഫോർ ദ പാസേജ് ഓഫ് ഓയിൽ. ഇപ്പം പിസ്റ്റണ് ഹീറ്റ് കിട്ടുന്ന സമയത്ത് എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പോൾ ആ ഒരു എക്സ്പാൻഷൻ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ടി സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ റെയിൽവേ ലൈൻസിൻ്റെ ഇടയിലെ ട്രാക്കിലൊക്കെ ഗ്യാപ്പ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏകദേശം ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പാൻഷൻ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ടി സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ബ്രേക്ക് പവർ ഓഫ് ആൻ എൻജിൻ ഈസ് മെഷേർഡ് വിത്ത് ഓപ്ഷൻ എ വാക്വം ഗേജ്, ഓപ്ഷൻ ബി ഡൈനാമോമീറ്റർ. ഇപ്പോൾ ഡൈനാമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബ്രേക്ക് പവർ അല്ലെങ്കിൽ ബ്രേക്ക് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യാറ്. ഓപ്ഷൻ സി ടാക്കോമീറ്റർ, ഓപ്ഷൻ ഡി ഓസിലോസ്കോപ്പ്. ഇവിടെ ഡൈനാമോമീറ്ററാണ് ആൻസർ വരുന്നത്. ബ്രേക്ക് ഡൈനാമോമീറ്റർ എന്നുള്ള വേർഡ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് ബ്രേക്ക്
പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. The next one, disadvantages of a pre-combustion chamber engine is option A, cold starting problem, option B, more engine knock, option C, less power, option D, both B and C. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബി ആണോ സി ആണോ അല്ലെങ്കിൽ ഈ ഒരു ബോത്ത് ബി ആൻഡ് സി ആണോ എന്നുള്ളത്. പക്ഷേ ആൻസർ അതല്ല വരുന്നത്. കോൾഡ് സ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് ആണ് പ്രീ കമ്പഷൻ ചേമ്പറിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് സ്പേസിൽ നടക്കാതെ വരും. അപ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കോൾഡ് സ്റ്റാർട്ടിങ് പ്രീ കമ്പഷൻ ചേമ്പറിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നമാണ്. The next one, detonation can be controlled by option A, advanced timing, option B, preheating of charge, option C, increase in compression ratio, option D, cooling of the charge. ഡിറ്റണേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജിനെ കൂൾ ചെയ്യുകയാണ് ചെയ്യുക. കൂളിംഗ് ഓഫ് ദ ചാർജ് വഴി നമുക്ക് ഡിറ്റണേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ബൈ പ്രൊവൈഡിങ് എ തിക്ക് ഹെഡ് ഗ്യാസ്കറ്റ് the compression ratio of the engine will option A increase, option B decrease, option C double, option D remain constant. അപ്പോൾ ഇവിടെ തിക്ക് ഹെഡ് ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. നമുക്കറിയാം കംപ്രഷൻ റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. അപ്പോൾ ഇവിടെ തിക്ക് ഹെഡ് ഗ്യാസ്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലിയറൻസ് വോളിയത്തിൽ ചെറിയൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു റേഷ്യോ ഡിക്രീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വലിയ ഫ്രാക്ഷനൊന്നുമില്ല, വളരെ ചെറിയ ഫ്രാക്ഷനിലായിരിക്കും അതിൻ്റെ വാല്യൂസ് ഡിക്രീസ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡിക്രീസ് ആണ്. The next one, a pitted tube is used to measure option A pressure, option B pressure differences, option C velocity of flow, option D density of fluid. ഇത് ഒരുപാട് തവണ ഒരുപാട് എക്സാംസിന് PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിറ്റഡ് ട്യൂബ് യൂസ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഫ്ലോട്ടിംഗ് ബോഡി ആർ option A inertia and gravity, option B buoyancy and gravity, option C buoyancy and inertia, option D pressure and gravity. അപ്പോൾ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയിൽ എപ്പോഴും ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ബോയൻസി ഫോഴ്സ്. പിന്നെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആക്ട് ചെയ്യും. അപ്പോൾ മൂവ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ഇനേഷ്യ എഫക്ട്സ് ഒക്കെ വരുള്ളൂ. അപ്പോൾ എപ്പോഴും ഫ്ലോട്ടിംഗ് ബോഡിയിൽ ബോയൻസി ആൻഡ് ഗ്രാവിറ്റി ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ, ഊളേഴ്സ് ഇക്വേഷൻ ഫോർ ദ മോഷൻ ഓഫ് ലിക്വിഡ് അസ്യൂംസ് ദാറ്റ് ഓപ്ഷൻ എ വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് നോൺ യൂണിഫോം, ഓപ്ഷൻ ബി ഫ്ലോ ഈസ് അൺസ്റ്റഡി എലോങ് എ സ്ട്രീം ലൈൻ, ഓപ്ഷൻ സി ഫ്ലൂയിഡ് ഈസ് വിസ്കസ്, ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഇൻകംപ്രസിബിൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിട്ടാണ് ഊളേഴ്സ് ഇക്വേഷനിൽ അസ്യൂമേഷൻ വരുന്നത് ഫ്ലൂയിഡ് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഇൻകംപ്രസിബിൾ. അപ്പോൾ ഹൈഡ്രോളിക്സ് ലോസും കാര്യങ്ങളും ഒക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ അതിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, the most efficient section of a channel is, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഏതെന്നാണ്. അപ്പോൾ ട്രയാങ്കുലർ നോച്ച്, റെക്റ്റാങ്കുലർ, ട്രപ്പിസോയിഡൽ, സ്ക്വയർ. അപ്പോൾ അതിൽ ട്രപ്പിസോയിഡൽ നോച്ചാണ് മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നോച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനാണ് റെക്റ്റാങ്കിളും രണ്ട് ട്രയാങ്കിളും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ട്രപ്പിസോയിഡൽ നോച്ച് കിട്ടുന്നത്.
നെക്സ്റ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് സെക്ഷൻ ഈസ് ഓപ്ഷൻ എ മാക്സിമം, ഓപ്ഷൻ ബി മിനിമം, ഓപ്ഷൻ സി മീഡിയം, ഓപ്ഷൻ ഡി ഈക്വൽ ത്രൂ ഔട്ട്. അപ്പോൾ ആ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി മാക്സിമം ആവുന്നത് നമുക്ക് കാണാം. ആ പൈപ്പിൻ്റെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ബൗണ്ടറി ലെയറിലേക്ക് വെലോസിറ്റി കുറഞ്ഞാണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ 55 ഓപ്ഷൻ എ മാക്സിമം ആണ് ആൻസർ വരിക. ദ നെക്സ്റ്റ് വൺ, വൈ ദ ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ഇൻ മാനോമീറ്റർ. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാൽ ഇറ്റ് പ്രൊവൈഡ്സ് ലോങ്ങർ കോളം ഡ്യൂ ടു ലോ ഡെൻസിറ്റി. അപ്പോൾ തന്നെയാണ് ആൻസർ വരുന്നതും. അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ഈസ് ക്ലിയർലി വിസിബിൾ, ഇറ്റ് ഹാസ് ലോ വേപ്പർ പ്രഷർ, ഇറ്റ് ഹാസ് ലോ സർഫസ് ടെൻഷൻ. അപ്പോൾ ഇവിടെ ലോങ്ങർ കോളം പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് തന്നെയാണ് ആൽക്കഹോളിനെ മാനോമീറ്ററിൽ യൂസ് ചെയ്യാൻ ആപ്റ്റാക്കിയത്. ഓപ്ഷൻ നെക്സ്റ്റ് വൺ, ടു അവോയ്ഡ് കാവിറ്റേഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൽ കാവിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ സക്ഷൻ പ്രഷർ ഷുഡ് ബി ലോ, ഡെലിവറി പ്രഷർ ഷുഡ് ബി ലോ, സക്ഷൻ പ്രഷർ ഷുഡ് ബി ഹൈ, ഡെലിവറി പ്രഷർ ഷുഡ് ബി ഹൈ. ഇവിടെ കാവിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സക്ഷൻ പ്രഷർ ഷുഡ് ബി ഹൈ ആക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആ കാവിറ്റേഷൻ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അവിടെ ബബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സക്ഷൻ പ്രഷർ ഹൈ ആക്കുകയാണ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ യൂസ്ഡ് ടു ഡാം അപ്പ് എ സ്ട്രീം ഓർ റിവർ ഓവർ വിച്ച് ദ വാട്ടർ ഫ്ലോ ഈസ് കോൾഡ്. ഓപ്ഷൻ എ നോച്ച്, ഓപ്ഷൻ എ ഒറിഫൈസ്, ഓപ്ഷൻ ബി നോച്ച്, ഓപ്ഷൻ സി മൗത്ത് പീസ്, ഓപ്ഷൻ ഡി വെയർ. അപ്പോൾ അവിടെ റിവർ കാര്യങ്ങളൊക്കെ വാട്ടർ ഫ്ലോ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുക വെയർ എന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ചെറിയൊരു രൂപമാണ് നോച്ചസ്. അപ്പോൾ ഇവിടെ റിവറിനൊക്കെ വേണ്ടിയിട്ട്, റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അത്തരത്തിൽ ലാർജ് ക്രോസ് സെക്ഷനുള്ള സംഭവത്തിനൊക്കെ വെയേഴ്സാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ഗൂഗിൾ ഫോമിൽ ജോയിൻ ചെയ്യുക, നിങ്ങളെ ഡാറ്റ സെൻറ്റർ ചെയ്യുക, ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.